പരിപാടി പങ്കെടുക്കാനും, രണ്ട് വയനാട് ടൂറിസത്തെ എല്ലാവരും ചേർന്ന് കൈപിടിച്ചു ഉയർത്തുക. കാരണം സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇവിടുത്തെ ടൂറിസം മേഖല. ആ ടൂറിസം മേഖലയെ കൈപിടിച്ചു ഉയർത്തണം. ചൂരൽമല ദുരന്തം നമ്മുടെ എല്ലാ മനസ്സിൽ ഉണങ്ങാത്തൊരു മുറിവാണ്. എന്നാൽ വയനാട്ടിലാകെ ആകെ പ്രയാസമാണ് എന്ന് തോന്നുന്ന നിലയിൽ മൊത്തത്തിലുള്ള പ്രചരണം വയനാട് ടൂറിസത്തെ ബാധിക്കുന്നൊരു സ്ഥിതിയിലേക്ക് എത്തുമ്പോൾ അതിവിടുത്തെ സാധാരണ മനുഷ്യർ, തേൻനെല്ലിക്ക കച്ചവടം നടത്തുന്നവർ മുതൽ സാധാരണ മനുഷ്യർ എല്ലാ നിലയിലും ടൂറിസം മേഖലയിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളെ ബാധിക്കുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് വയനാട് ടൂറിസത്തെ കൈപിടിച്ച് ഉയർത്തുക എന്നുള്ളൊരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെയും ഇന്നുമായി ഇവിടെയുള്ളത്. നിങ്ങളിപ്പോൾ ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടി ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അസത്യപ്രചരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്. അസത്യപ്രചരണം. കേരളത്തിലെ സർക്കാർ എന്തോ വെട്ടിപ്പും തട്ടിപ്പും നടത്തുന്ന സർക്കാരാണ് എന്ന് വരുത്തി തീർക്കുക എന്നുള്ളതാണ് ഇത് ഒരു ലക്ഷ്യം. പിന്നീടത് ധൂർത്താണ്, ചെലവഴിച്ച തുക ഇത്രയാണ് എന്നൊക്കെയുള്ള പ്രചരണമായി വന്നു. പിന്നെ അത് ധൂർത്തല്ല, ചെലവഴിച്ച തുകയല്ല, എല്ലാ നോംസും പാലിച്ചുകൊണ്ട് സാധാരണ ദുരന്തമുണ്ടായാൽ ഒരു സർക്കാർ എന്താണോ ചെയ്യുന്നത് അതാണ് ചെയ്തിട്ടുള്ളൂ എന്നുള്ള കാര്യവും പുറത്തു വന്നു. കേരളത്തിൽ മുമ്പ് ദുരന്തം ഉണ്ടായപ്പോഴും എന്താണോ സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുള്ളത് അതാണ് ഇപ്പോഴും ചെയ്തിട്ടുള്ളത്. കേരളത്തിന് പുറത്ത് ഏതെങ്കിലും സംസ്ഥാനത്ത് ദുരന്തമുണ്ടായപ്പോൾ അവിടുത്തെ സംസ്ഥാന സർക്കാർ എങ്ങനെയാണോ ഇടപെട്ടത് അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എല്ലാ നോംസും പാലിച്ചുകൊണ്ടാണ് ഇതിൽ ഇടപെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യം പുറത്തു വന്നു. അത് പിന്നീട് ആളുകൾക്ക് പൊതുവെ മനസ്സിലാകുന്ന സ്ഥിതി വന്നു. ഇത് വളരെ ബോധപൂർവം കേരളത്തിലെ സർക്കാരിന് നേരെയുള്ള ഇരുതല മൂർച്ചയുള്ള ആയുധ പ്രയോഗമാണ്. ഇരുതല മൂർച്ചയുള്ള ആയുധ പ്രയോഗം. ഒന്ന്, ഈ സർക്കാരിൻ്റെ വിശ്വാസ്യത തകർക്കുക. ദുരന്തമുഖത്തും മറ്റും സർക്കാർ നടത്തുന്ന ഇടപെടലുകൾ പൊതുവെ എല്ലാവരും അംഗീകരിക്കുന്നതാണ്. ആ വിശ്വാസ്യതയെ തകർക്കുക എന്നുള്ളതാണ് ഇതിലൊരു ലക്ഷ്യം. സർക്കാർ വെട്ടിപ്പും തട്ടിപ്പും നടത്തുന്ന സർക്കാരാണ് എന്ന് വരുത്തി തീർത്തി സർക്കാരിൻ്റെ വിശ്വാസ്യത തകർക്കുക. ദുരന്തമുഖത്ത് ലോകത്തേതൊരു സർക്കാരിന് മാതൃകയായി മാറിയ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിൻ്റെ വിശ്വാസ്യത തകർക്കുക എന്നുള്ളതാണ് ഇതിലെ ഒരു രീതിയെങ്കിൽ മറ്റൊന്ന്, ഇതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണ്? ഇപ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്നും നമ്മളൊക്കെ തന്നെ ഫണ്ട് പ്രതീക്ഷിക്കുകയാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെ ആ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. ഞങ്ങളാരും കൈവിട്ടിട്ടില്ല. ഫണ്ട് ലഭിക്കുന്ന തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രി ഇതുവരെയും പറഞ്ഞിട്ടില്ല ഫണ്ട് നൽകില്ല എന്ന്. ഇവിടെ പ്രധാനമന്ത്രി വന്നപ്പോഴും പ്രധാനമന്ത്രിയുടെ ബോഡി ലാംഗ്വേജും പ്രധാനമന്ത്രിയുടെ വാക്കുകളും കേരളത്തിന് അർഹമായ സഹായം കേന്ദ്ര സർക്കാർ നൽകുമെന്നുള്ളത് തന്നെയാണ്. എന്നാൽ ചിലർക്ക് സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരാണ്, അതുകൊണ്ട് കാലണ കിട്ടരുത്, കേന്ദ്ര ഫണ്ടൊന്നും കിട്ടരുത്, ഈ സർക്കാർ നരകിച്ചു പോകണം, ആകെ പ്രയാസപ്പെടണം എന്നാഗ്രഹിക്കുന്ന ചിലർക്ക് ഇത്തരം വാർത്തകൾ ഗുണകരമാണ്. കാരണം നാളെ കേന്ദ്ര സർക്കാർ ഫണ്ടൊന്നും നൽകിയിട്ടില്ലെങ്കിൽ, ഇപ്പം തന്നെ സംഭവം നടന്ന് 40-45 ദിവസം കഴിഞ്ഞിട്ട് ഫണ്ട് എന്താണ്, കേന്ദ്ര സഹായം എന്താണ് ലഭിക്കാത്തതെന്ന് സ്വാഭാവികമായിട്ടും ആളുകൾ പലരും ചർച്ച ചെയ്യുന്നുണ്ട്. ആ പശ്ചാത്തലത്തിൽ കേന്ദ്ര ഫണ്ട് കിട്ടാത്തത് കണക്ക് കൃത്യമല്ല, അല്ലെങ്കിൽ ധൂർത്താണ് എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റും എന്ന് കരുതുന്ന ചിലരാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ. അതാണ് ഞാൻ പറഞ്ഞത്, ഇരുതല മൂർച്ചയുള്ള ആയുധ പ്രയോഗമാണ്. ഒരു ഭാഗത്ത് സംസ്ഥാന സർക്കാരിൻ്റെ വിശ്വാസ്യത തകർക്കുക, മറുഭാഗത്ത് ഞാനീ പറഞ്ഞതുപോലെ ഇന്ന കാരണത്താലാണ് കേന്ദ്ര ഫണ്ട് ലഭിക്കാത്തതെന്നുള്ള പ്രചരണം നടത്തുക. ഇതിനു വേണ്ടിയുള്ള ശ്രമമാണ്. എന്നാൽ ഒന്ന് ഞങ്ങൾ പറഞ്ഞുതരാം, ഇത് മുമ്പും കേരളത്തിൽ നടന്നതാണ്. 2016 ഇടതുപക്ഷ സർക്കാരിനെ ഇരുതല മൂർച്ചയുള്ള ആയുധ പ്രയോഗമല്ല, പലതല മൂർച്ചയുള്ള ആയുധ പ്രയോഗം ഉപയോഗിച്ച് വീശി നോക്കിയതാണ്. എന്നാൽ ഞങ്ങൾക്ക് ജനങ്ങളുടെ വിശ്വാസമാണ്, ജനങ്ങളിതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു വാർത്ത വന്ന് ആ വാർത്ത ഏറ്റുപിടിച്ച് കള്ളപ്രചരണം നടത്തിയാൽ ഇതാ ഈ സർക്കാർ കള്ളന്മാരുടെ സർക്കാർ എന്ന് വിശ്വസിക്കുന്നവരല്ല കേരളത്തിലെ ജനങ്ങൾ. ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട് എന്നുള്ളത് ഞങ്ങളുടെ ആത്മവിശ്വാസമാണ്, ഞങ്ങളുടെ കരുത്താണ്. അതാണ് വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ വരാൻ കാരണമായി മാറിയിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിലൊക്കെ കൃത്യമായ ധാരണയുണ്ട്. ഇതെല്ലാം ജനങ്ങളോട് ഞങ്ങൾ പറയും. നിങ്ങൾ ഈ റീബൗണ്ട് എന്ന് കേട്ടിട്ടില്ലേ? ഈ അസംബന്ധവും അസത്യവും ആദ്യം എറിഞ്ഞാൽ അത് തിരിച്ചു വരും. തുടക്കത്തിൽ ഒരു ചെറിയ ആശയക്കുഴപ്പമൊക്കെ ഉണ്ടാവും, എന്നാൽ അത് തിരിച്ചു വരും. ആർക്ക് നേരെയാണോ പ്രയോഗിച്ചത് അവർക്കൊപ്പം സമൂഹം നിൽക്കും. അതുതന്നെയാണ് ഈ വിഷയത്തിൽ കാണാനില്ല. ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. ഇതല്ല ഞാൻ ഇവിടെ വന്നിട്ടുള്ളതിൻ്റെ കാരണം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും യോജിപ്പിച്ച്
വയനാട് ടൂറിസത്തെ കൈപിടിച്ചുയർത്തണം. ഇവിടുത്തെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ ബാധിക്കുന്നതാണ് ടൂറിസം. എല്ലാവരും തേൻ നെല്ലിക്ക കച്ചവടം നടത്തുന്നവർ മുതൽ സാധാരണ മനുഷ്യരുടെ ഒക്കെ ജീവിതത്തെ ബാധിക്കുകയാണ്. നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് വയനാട്ടിലേക്ക് കൂടുതൽ സഞ്ചാരികളെ കൊണ്ടുവരണം. ഇവിടുത്തെ ടൂറിസത്തെ കൈപിടിച്ചുയർത്തണം. ഇതിനാണ് പ്രധാനമായി വന്നത്. ഓക്കെ.